നമസ്കാരം. ഒരു ജനത അരാജകത്വത്തിലേക്കും അനാഥത്വത്തിലേക്കും നടന്നുപോയ കനൽ വഴികളെ ഓർമ്മപ്പെടുത്തുകയാണ് CBI. മണിപ്പൂരിലെ കലാപ നാളുകളുടെ തുടക്കത്തിൽ ആൾക്കൂട്ടം 2 സ്ത്രീകളെ നഗ്നരാക്കി നടത്തിച്ച സംഭവത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന് CBI കുറ്റപത്രം പറയുന്നു. സ്ത്രീകൾ സഹായം തേടി പോലീസിനെ സമീപിച്ചെങ്കിലും പോലീസ് സഹായം നൽകാൻ തയ്യാറായില്ലെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. നഗ്നരാക്കി നടത്തിയ ശേഷം ഇരുവരെയും ആൾക്കൂട്ടം അതിക്രൂരമായി ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. അക്രമകാരികളായ ആൾക്കൂട്ടത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് സ്ത്രീകൾ തൊട്ടടുത്ത് നിർത്തിയിട്ടിരുന്ന പോലീസ് വാഹനത്തിൽ കയറി. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഇവർ പോലീസുകാരോട് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും താക്കോൽ ഇല്ലെന്നായിരുന്നു ഡ്രൈവറുടെ മറുപടി. പിന്നീട് സ്ത്രീകളെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയെങ്കിലും ജനക്കൂട്ടത്തിന് അടുത്തെത്തിയ ശേഷം മുന്നോട്ട് വാഹനം കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് അറിയിക്കുകയായിരുന്നു എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ഇരകളിൽ ഒരാളുടെ പിതാവിനെ ജനക്കൂട്ടം മർദ്ദിക്കുന്നത് പോലീസ് തടഞ്ഞില്ലെന്നും കുറ്റപത്രത്തിലുണ്ട്. 1000-ഓളം വരുന്ന ആൾക്കൂട്ടത്തിന്റെ കയ്യിൽ AK-47, SLR ഇൻസാസ്, 303 റൈഫിളുകൾ തുടങ്ങിയ അത്യാധുനിക ആയുധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ അക്രമം നടക്കുമ്പോൾ 4 കിലോമീറ്റർ അകലെയുള്ള ചക്കാമ എന്ന ഗ്രാമത്തിലേക്ക് രക്ഷപ്പെടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സ്ത്രീകളും കുടുംബവും. സ്ത്രീകളിൽ ഒരാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനാൽ കുടുംബത്തിലെ പുരുഷ അംഗങ്ങൾ ചുമലിലേറ്റിയായിരുന്നു ഇവരെ കൊണ്ടുപോയിരുന്നത്. ഇതിനിടയിൽ ആൾക്കൂട്ടം പാഞ്ഞെടുക്കുകയും കുടുംബത്തിനെതിരെ കല്ലെറിയുകയും ചെയ്തു. ഈ സമയം ആൾക്കൂട്ടത്തിലെ ചില സ്ത്രീകളോട് പോലീസിന്റെ സഹായം തേടാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇതോടെ വളരെ കഷ്ടപ്പെട്ട് സ്ത്രീകളും ഒരു പുരുഷ അംഗവും പോലീസ് വാഹനത്തിൽ കയറി. 7ഓളം പോലീസുകാർ വാഹനത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് ഇതേ വാഹനം തന്നെ ഓടിച്ച് 1000-ഓളം കലാപകാരികളുടെ അടുത്തു നിർത്തി പോലീസുകാർ പോയി. തുടർന്നാണ് കലാപകാരികൾ സ്ത്രീകളെ പിടികൂടി വിവസ്ത്രരാക്കി നടത്തിയത്. ഈ സമയം വാഹനത്തിൽ ഉണ്ടായിരുന്ന യുവാവിന്റെ അച്ഛനെ അക്രമികൾ കൊലപ്പെടുത്തിയിരുന്നു. പിന്നീട് ഇയാളെയും കലാപകാരികൾ കൊല ചെയ്തു. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു സ്ത്രീ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഗുവാഹത്തിയിലെ പ്രത്യേക CBI കോടതിയിൽ ഒക്ടോബർ 16-നാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഹുയിറേം ഹെറോദാസ് മീറ്റി ഉൾപ്പെടെ 6 പേർക്കെതിരെയാണ് CBI കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഒരാൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല. കൂട്ടബലാത്സംഗം, കൊലപാതകം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. വംശീയ കലാപം ആളിപ്പടരുന്നതിനിടെയായിരുന്നു മനുഷ്യ മനസാക്ഷിയെ തന്നെ മരവിപ്പിക്കുന്ന ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. മെയ് 4-നായിരുന്നു ദാരുണമായ സംഭവം നടന്നത്. കുക്കി വിഭാഗത്തിൽപ്പെട്ട 2 സ്ത്രീകളെ ആൾക്കൂട്ടം നഗ്നരാക്കി റോഡിലൂടെ നടത്തുകയും പിന്നീട് സമീപത്തെ വയലിൽ വെച്ച് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്യുകയായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെയാണ് സംഭവം പുറം ലോകം അറിഞ്ഞത്. ഇതോടെ രാജ്യവ്യാപക പ്രതിഷേധങ്ങൾ അരങ്ങേറി. സംസ്ഥാന ഭരണകൂടം കലാപകാലത്ത് പക്ഷപാതപരമായി ഭൂരിപക്ഷ ജനതയ്ക്കൊപ്പം നിന്നതിന്റെ ദാരുണമായ അനുഭവമാണ് മണിപ്പൂർ കണ്ടത്. മുഖ്യമന്ത്രി ബീരൻ സിംഗിന്റെ പോലീസ് എത്രമാത്രം നീതിരഹിതവും കുറ്റകരവുമായാണ് ഇരകളോട് പെരുമാറിയത് എന്നതിന്റെ നേർചിത്രമാണ് CBI സമർപ്പിച്ച കുറ്റപത്രത്തിലുള്ളത്. ഈ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരകൾക്ക് നീതി ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.